എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ മധുര പച്ചടി തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ എടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കാം. എന്നിട്ടത് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. അതിനായി കുക്കറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് വെന്തു. 2 വിസിൽ വന്നാൽ മതി. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായി 1/2 കപ്പ് നാളികേരവും 1 പച്ചമുളകും കൂടി ഇതുപോലെ ചതച്ചു. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് നമുക്കിത് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ചത് നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് വേവാനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടി. ഇനി നമുക്കിതിലേക്ക് ഗ്രേപ്സ് ചേർക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി വേണ്ടത് തൈരാണ്. തൈര് ഒരു 1/2 കപ്പ് എടുത്തു. 1/2 കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോഴാണിത് മധുര പച്ചടിയാവുന്നത്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടു. ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഓണവിഭവമാണ് മധുരപ്പച്ചടി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.